നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനി, നന്ദിനി, അവരിവിടെ തന്നെ ഉണ്ടോ? അവര് മുകളിലെ മുറിയിൽ തന്നെയുണ്ട്. പത്മ, താനിതുവരെ പോലീസിനെ വിളിച്ചില്ലേ? ആർക്കും അറിയാത്ത ഒരാൾ വീട്ടിൽ വന്ന് കയറിയ ആ നിമിഷം തന്നെ പോലീസിനെ വിളിക്കേണ്ടതല്ലേ? സൂര്യ, നീ പോലീസിനെ വിളിക്ക. പോലീസൊന്നും വേണ്ടച്ചാ. അവരാരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ വേണ്ട സർ, അവരെല്ലാരും പേടിപ്പിക്കുന്ന രീതിയിലാ പെരുമാറുന്നത്. ആ രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ടായിരിക്കും അവരെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ആര് വിട്ടുവന്ന്? നന്ദിനിയോ? അത്തരം മണ്ടത്തിലൊന്നും നന്ദിനിയുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. മറിച്ച് ചിലപ്പോൾ സംഭവിക്കാം. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ചില അവതാരങ്ങളൊക്കെ മറന്നുപോയോ? പത്മ, തൽക്കാലം തമ്മി തർക്കിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇവിടെ. ആന്റി, അത് അവര് വെറുതെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞതായിരിക്കും. ഭീഷണിപ്പെടുത്താനാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, കുടുംബത്തിനെ മാനം കെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ അതിനൊക്കെ തല താഴ്ത്തി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാ താൻ പറ. സർ, എന്റെ കൂടെ ഒന്ന് വരുമോ? പിന്നെ അവരാരാ എന്താണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം, കേട്ടല്ലോ. പക്ഷേ അതിന്റെ അവസാനം നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടി വരരുത്, കേട്ടല്ലോ. പത്മ, എനിക്ക് കാര്യം എന്താണെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവര് നമ്മുടെ റൂമിലുണ്ട്. എന്തേലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി ചോദിക്കാം. അല്ലാതെ മോൻ പറയുന്നതും കേട്ട് എന്നോട് ചോദ്യം ചെയ്യാൻ വരണ്ട, കേട്ടല്ലോ. സർ, അവർക്ക് ശരിക്കും ഭ്രാന്തുള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. എന്നെ ഉപദ്രവിക്കാനാണ് അവരുടെ ശ്രമമെങ്കിൽ ഇത്രയും നേരത്തിനുള്ളിൽ അത് ചെയ്യാമായിരുന്നല്ലോ. പകരം അവര് പത്മ മാഡത്തിന്റെ മുറിയിലേക്ക് ഒരു കിടക്കുന്നു, അവിടെ മുഴുവൻ വൃത്തികേടാക്കുന്നു, എന്നിട്ട് വേദയോട് തട്ടിക്കയറി തല്ലുക വരെ ചെയ്തു. ഒരു പിടിയും കിട്ടുന്നില്ല നന്ദിനി. ഇത് ഏതാ സ്ത്രീ? അവരെന്തിനാ നമ്മുടെ വീട് തെരഞ്ഞെടുത്തേ? ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാത്ത ഒരാള് ഇതിനകത്തേക്ക് വന്ന് കയറുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവരാർക്കൊക്കെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്ന എന്തെങ്കിലും താൻ കേട്ടോ? അങ്ങനെയൊന്നും കേട്ടില്ല. പക്ഷെ അവരാർക്കാ ഫോൺ ചെയ്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നല്ലേ. പക്ഷെ ഫോൺ അവരുടെ കയ്യിലല്ലേ, അതെങ്ങനെ എടുക്കും? സർ, അവരുറങ്ങുമ്പോഴെങ്ങാനും. ഉറങ്ങണമെങ്കിൽ പാതിരാത്രി ആവില്ലേ? അതുവരെ അവരെവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇനി മറ്റുള്ളവരെ എല്ലാം ഉപദ്രവിച്ചിട്ട് അവർ ആത്മഹത്യ എങ്ങനെ ചെയ്താലോ? പിന്നെ നമ്മളെല്ലാരും കുടുങ്ങില്ലേ? അവരുടെ ഫോൺ കൈ കിട്ടിയാല് എന്തെങ്കിലും ഒരു വഴി തെളിയുന്ന എനിക്ക് തോന്നുന്നത്. അത് ശരിയാ. വാ, നമുക്ക് ഒരു മാർഗം നോക്കാം. വാ. സൂര്യ ഇനി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എന്ത് കാര്യം പറഞ്ഞാലും അനുസരിക്കില്ലല്ലോ. എന്താ സംഭവിച്ചെന്നൊന്ന് പോയി നോക്കിയേ. വിജയ്, ഡാഡിയുടെ കൂടെ ഒന്ന് ചെല്ല്. അത് ഇന്ദ്രജയെ ഞാൻ ചെല്ലാനല്ലേ പറഞ്ഞ? എന്നാൽ അങ്കിള് ഫ്രണ്ടിലേക്ക് നടക്ക്. പ്രായത്തെ ബഹുമാനിക്കണം. നീ എന്തെങ്കിലും ചെയ്യും, എന്റെ പിന്നാലെ വാ.